ഡിയർ കീം ആസ്പിരൻസ്, ഫീസ് അടയ്ക്കുന്ന സമയമാണ്. മുന്നോട്ടും ഫീസ് നമുക്കൊരു പ്രശ്നമാണ് അല്ലെ. പല ആൾക്കാരും ഇതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ഏതെങ്കിലും വിധേന സ്കോളർഷിപ്പുകൾ കിട്ടാൻ മാർഗ്ഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. കുറച്ച് പേർക്ക് FW ഫീ വേവർ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഫീ വേവർ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AICTEയുടെ സ്കോളർഷിപ്പാണ്, കേന്ദ്ര സ്കോളർഷിപ്പാണ്. ആ പർട്ടിക്കുലർ സ്കോളർഷിപ്പ് കിട്ടുന്നവർക്ക് ട്യൂഷൻ ഫീ അടയ്ക്കേണ്ട. നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് FW സീറ്റ് ആണ് കിട്ടിയതെങ്കിൽ സെക്കൻഡും തേർഡും ഹയർ ഓപ്ഷൻസ് ഒന്നും വെക്കാതിരുന്നാൽ, അല്ലെങ്കിൽ സെക്കൻഡും തേർഡും അലോട്ട്മെൻറ്റിലേക്ക് പോവാതിരുന്നാൽ, അതിന് കൺഫർമേഷൻ കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആ കിട്ടിയ FW സീറ്റ് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങളുടേതായിട്ട് അത് സീറ്റ് ഉണ്ടാവും. 4 വർഷത്തേക്കിനുള്ള ട്യൂഷൻ ഫീ 0 ആയി കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമാണ്. അത് നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. അതെങ്ങനെ ഉറപ്പിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെക്കാട്ടിലും നല്ല റാങ്ക് ഉള്ളവർ ഓൾറെഡി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ നിങ്ങളുടെ മുന്നേ വരണമായിരുന്നു. പക്ഷേ റൈറ്റ് നോ നിങ്ങളാണ് ആ ക്ലാസ്സിലെ ടോപ്പ് 5% എൻട്രൻസ് സീറ്റിൽ വന്നിരിക്കുന്ന ആൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ FW സീറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കാട്ടിലും ഉയർന്ന റാങ്ക് ഉള്ള ആൾ ആ പർട്ടിക്കുലർ കോഴ്സ് ചോദിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, നിങ്ങളെക്കാളും താഴെ റാങ്കുള്ള ആൾ ഇനി അഥവാ ഹയർ അലോട്ട്മെൻറ്റിൽ അതേ ക്ലാസ്സിലോട്ട് വന്നാലും താഴെ റാങ്കിലുള്ള ആളായതുകൊണ്ട് നിങ്ങളുടെ FW സീറ്റ് നഷ്ടപ്പെടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ നിങ്ങൾ ആ പർട്ടിക്കുലർ സീറ്റ് തന്നെ നിലനിർത്തണമെങ്കിൽ അടുത്തടുത്ത അലോട്ട്മെൻറ്റുകളിലേക്ക് കൺഫർമേഷൻ കൊടുക്കാതിരിക്കാം എന്നൊരു ഓപ്ഷനാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഹയർ അലോട്ട്മെൻറ്റ് താല്പര്യമുള്ളവർ, മേളിലത്തെ കോളേജിലേക്ക് പോകണം എന്ന ആഗ്രഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് FW സീറ്റ് ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ടുള്ള അലോട്ട്മെൻറ്റ് നടക്കുമ്പോൾ ആ ക്ലാസ്സിലെ ടോപ്പ് 5%ലേക്ക് നിങ്ങൾ വന്നാൽ മാത്രമാണ് ആ സ്കോളർഷിപ്പ് നിലനിർത്താനായിട്ട് സാധിക്കുക. ഇനി AICTEയുടെ കൂടാതെ മറ്റേതൊക്കെ സ്കോളർഷിപ്പ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൻ്റെ ഒരു വെബ്സൈറ്റ്, NSPയുടെ വെബ്സൈറ്റ് scholarships.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ കാണും. ഇതിനകത്തൊക്കെ രജിസ്ട്രേഷൻസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എംപവർമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ, ട്രൈബൽ അഫയേഴ്സ്, സ്കൂൾ എഡ്യൂക്കേഷൻ, ഹോം അഫയേഴ്സ്, റെയിൽവേസ്, AICTE, UGC പലരും കൊടുക്കുന്ന ഒരുപാട് സ്കോളർഷിപ്പുകൾ ഈ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ എലിജിബിൾ ആണ്. ഉദാഹരണത്തിന് മൈനോറിറ്റിക്കാർ, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, അവർക്ക് മൈനോറിറ്റി സ്കോളർഷിപ്പിനകത്ത് മെറിറ്റ് കം മീൻസിൻ്റെ, അതായത് ഇൻകം കുറവുള്ളവർക്ക് മെറിറ്റ് കം മീൻസിൻ്റെ സ്കോളർഷിപ്പ്. ഇങ്ങനെ അതുപോലെ കേരള ഗവൺമെൻറ് ലെവലിൽ നടത്തുന്ന E-Grants 3 എന്ന് പറയുന്ന E-Grantsൻ്റെ വെബ്സൈറ്റ്. ഇത്തരം വെബ്സൈറ്റുകളിൽ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും മുന്നോട്ട് സ്കോളർഷിപ്പുകൾ സമയാസമയങ്ങളിൽ അപ്ലൈ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. ഓൾറെഡി AICTEയുടെ ഫീ വേവർ കിട്ടിയവരാണെങ്കിൽ ഈ പറഞ്ഞ സ്കോളർഷിപ്പുകൾ കിട്ടാൻ സാധ്യതയില്ല. കാരണം എന്താണ്, ഒന്നിലധികം സ്കോളർഷിപ്പുകൾ നിങ്ങൾ ഒരേ അംബ്രലയിൽ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയാൻ സാധ്യമല്ല. യൂഷ്വലി സ്കോളർഷിപ്പുകളിൽ പ്രത്യേകം പറയുന്ന ഒരു ഗൈഡ് ലൈനാണ് അല്ലെങ്കിൽ കണ്ടീഷനാണ് മറ്റ് സ്കോളർഷിപ്പുകൾ അവൈൽ ചെയ്യാത്തവർ മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാം. പക്ഷേ കിട്ടുന്നത് വെച്ചിട്ട് കിട്ടുന്നതിൽ ഏറ്റവും നല്ലത് നിലനിർത്തിയിട്ട് ബാക്കി എല്ലാവർക്കും നിങ്ങൾ എന്ത് റിപ്ലൈ കൊടുക്കാം, നിങ്ങൾക്ക് ഓൾറെഡി സ്കോളർഷിപ്പ് കിട്ടി എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് FW കിട്ടിയവരുടെ കാര്യം ആണ് ഞാൻ വിശദീകരിച്ചത്. കൂടാതെ മറ്റ് സ്കോളർഷിപ്പുകൾ അപ്ലൈ ചെയ്യണം എന്ന് നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒരു വലിയ ഒരു ലയബിലിറ്റി മാറി കിട്ടും. ട്യൂഷൻ ഫീസ് എന്നുള്ള ഒരു സംഗതി അങ്ങ് മാറി കിട്ടും. എക്സ്ട്രാ ഫീസുകളായിട്ടുള്ള PTA ഫണ്ടോ ഹോസ്റ്റൽ ഫീസോ മെസ് ഫീസോ ഒന്നും ഇതിനകത്ത് പെടുന്നില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റ് സ്കോളർഷിപ്പുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്നിലധികം സ്കോളർഷിപ്സ് അലോ ചെയ്യുന്ന വകുപ്പുകളിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്കോളർഷിപ്സ് നോക്കി വെക്കുക. കൂടാതെ ഈ ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന് പറയുന്ന buddyforstudy.com എന്ന് പറയുന്ന വെബ്സൈറ്റും നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്തരം വെബ്സൈറ്റുകളിലൂടെയാണ് നമുക്ക് ഇതിനുള്ള ഇൻഫർമേഷൻ കിട്ടുക. കൂടാതെ സാമ്പത്തികമായിട്ട് ഈ പറഞ്ഞ പോലെ ഫീസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നവർക്ക് അതാത് കോളേജുകളിലുള്ള സ്കോളർഷിപ്പുകൾ അതാത് കോളേജിൻ്റെ വെബ്സൈറ്റുകളിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതും കൂടാതെ എന്നിട്ടും നിവൃത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഉള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ലോൺ മാത്രമാണ്. നിങ്ങൾക്കറിയാം, ആദ്യത്തെ 4 വർഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിന്നീടുള്ള +1 ഇയർ ആ മൊറട്ടോറിയം പീരീഡിൽ നിങ്ങൾക്ക് 5 ഇയേഴ്സിൽ നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമായിരിക്കും. അതായത് കൂട്ടുപലിശ എന്നൊരു ഇനം വരുന്നില്ല, പലിശ മാത്രമാണ് വരിക. അപ്പോൾ ആ ഒരു പലിശയുടെ എമൗണ്ട് നിങ്ങൾക്ക് വരും. എങ്കിലും നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലികൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്സ് ഒക്കെ ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് ആ എമൗണ്ടുകൾ വർഷാവർഷം കുറേശ്ശെങ്കിലും അടച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി അവസാനം വരുമ്പോൾ ഒരു വലിയ എമൗണ്ടായിട്ട് അത് മാറുന്ന അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. പൈസ കിട്ടുന്നതനുസരിച്ച്, സ്കോളർഷിപ്പുകളൊക്കെ കിട്ടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്സ് ഒക്കെ ചെയ്ത് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോണിൻ്റെ തിരിച്ചടവ് ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഈ മൊറട്ടോറിയം 5 ഇയർ പീരീഡിനുള്ളിൽ നിങ്ങൾ തിരിച്ചടവുകൾ സിസ്റ്റമാറ്റിക്കലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് പലിശ ഇനത്തിൽ ഒരുപാട് കുറയും, മുതൽ മാത്രം അടയ്ക്കേണ്ട സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൂടുതൽ ഇൻഫർമേഷനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കീം നാവിഗേറ്റർ ചാനലും വാട്സാപ്പ് ഗ്രൂപ്പിലും ഒക്കെ അംഗമായിട്ടിരിക്കുക. എല്ലാ നോട്ടിഫിക്കേഷൻ, മുന്നോട്ട് സ്കോളർഷിപ്പിൻ്റെതായിട്ടുള്ള എല്ലാ അറിവുകളും ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. ഇതൊരു ഷോർട്ട് വീഡിയോ എന്ന് മാത്രമേ ഉള്ളൂ. ലോങ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് വീണ്ടും വരുന്നുണ്ട്, ലൈവ് ഉൾപ്പെടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.